ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് എം.വി. നികേഷ് കുമാറും അതുപോലെ തന്നെ CPM-ന്റെ സൈബർ ടീമും ഒക്കെ ഉണ്ട്. ആ സൈബർ ടീമിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു. 2-3 പേര് യഥാർത്ഥത്തിൽ അവിടെ നിന്ന് KV സുധാകരൻ, അതുപോലെ K മോഹൻദാസ്, ES സുഭാഷ്, ഇത്തരത്തിലുള്ള ആളുകൾ ഈ ദേശാഭിമാനിയിൽ എഡിറ്റർമാരായിട്ടിരുന്ന ആളുകളാണ്. അവർ ഈ CPM-ന്റെ സോഷ്യൽ മീഡിയ വിങ്ങിൻ്റെ ഭാഗമായിരുന്നു. അവരെല്ലാം തന്നെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത കണ്ടു. അപ്പോൾ അതിൽ ES സുഭാഷ് വന്നിട്ട് ഞാനങ്ങനെ വിട്ടുപോയിട്ടില്ല, ഞാനിപ്പോഴും സഹകരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ബാക്കിയുള്ള 2 പേരും പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ അതിലെന്താണ് വാസ്തവം എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ CPM-ന്റെ പ്രചാരണം അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇലക്ഷൻ പ്രചരണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുണ്ട കാലം എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ വെബ്സൈറ്റിൽ ഇനി നിരവധി കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് നേരത്തെ നരേന്ദ്രമോദിയൊക്കെ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ എന്തായിരുന്നു കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ ചെയ്തത്, എന്താണ് ഞങ്ങളുടെ ഭരണകാലത്ത് ചെയ്തത് എന്നുള്ള ക്യാമ്പയിൻ നടത്തിയിരുന്നു. അത് ഇന്ത്യയിൽ വലിയ തോതിൽ ക്ലിക്കായിരുന്നു. കാരണം അവർ ഹൈവേ പണിതത് വളരെ ചെറിയ കിലോമീറ്ററുകളാണെങ്കിൽ ഞങ്ങൾ പെർ ഡേ 23,000 കിലോമീറ്ററുകൾ പണിയുന്നു എന്നൊക്കെയുള്ള പല കമ്പാരിസൺ. ഈ ഫിഗറിൽ ചില വ്യത്യാസങ്ങളുണ്ടാകും, പക്ഷെ ഞാൻ ഓർമ്മയിൽ നിന്നെടുത്ത് പറഞ്ഞാണ്. അത്തരത്തിൽ വലിയ വ്യത്യാസങ്ങൾ എന്ത് ചെയ്തിരുന്നു, അവർ കാണിച്ചിരുന്നു. ഏതാണ്ട് അതേപോലെ തന്നെ ഈ പറയുന്ന ഇരുണ്ട കാലം എന്ന് പറയുന്ന വെബ്സൈറ്റ് വളരെ കൃത്യമായി ഇവർ അത് കൊണ്ടുവരികയും അതിൽ തന്നെ UDF-ന്റെ കാലത്ത് നടന്നിട്ടുള്ള പല അഴിമതികളെക്കുറിച്ചും ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇവർ വലിയ തോതിലുള്ള ഒരു അഡ്വാൻറ്റേജ് ആ കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ തിരിച്ചു വരല്ലേ മകനെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ UDF സപ്ലൈകോയെ തകർത്ത UDF കാലം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ ശബരിമല പാത്രം അഴിമതി VS ശിവകുമാറൊക്കെ അടിച്ചുകൊണ്ടാണ്. ഗെയിൽ പദ്ധതിക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ട UDF കാലം എന്ന് പറഞ്ഞുകൊണ്ടാണ്. പോലീസ് ആധുനികവൽക്കരണ ഫണ്ടിൽ തിരിമറി നടത്തി എന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തലയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സർക്കാർ ചെലവിൽ 6 ഡ്രൈവർമാരുണ്ടായിരുന്നു VS ശിവകുമാറിന് എന്ന് പറഞ്ഞുകൊണ്ട് മകനെ തിരിച്ചു വരല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ ലീഗിന് വഴങ്ങി 5ാം മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് മകനെ തിരിച്ചു വരല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ വർഗീയത പടർത്തുന്ന MLA-മാരുടെ കാലം എന്ന് പറഞ്ഞുകൊണ്ട് KM ഷാജിയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തകർന്നടിഞ്ഞ പൊതുവിദ്യാഭ്യാസം, അവിടെ ഫോട്ടോ ആരുടെയും ഇല്ല, UDF-ൻ്റേതാണ്. അതുപോലെ സ്ഥലം വിട്ട ദേശീയപാത അതോറിറ്റി, മകനെ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് K ബാബുവിൻ്റെ ബാർക്കോഴയെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അനധികൃത സ്വത്ത് സമ്പാദനം VS ശിവകുമാറിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആരോഗ്യരംഗത്തെ അഴിമതി VS ശിവകുമാറിനെ കുറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പാരിസൺ, അതായത് ഞങ്ങളുടെ കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണകാലവും നിങ്ങൾ കഴിഞ്ഞ 5 കൊല്ലം ഭരിച്ചപ്പോഴുള്ള ഭരണകാലവും എന്തായിരുന്നു എന്നുള്ളത് ജനങ്ങളെ വീണ്ടും 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 ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ പദ്ധതിയായിട്ടാണ് യഥാർത്ഥത്തിൽ CPM ഇറങ്ങിയിട്ടുള്ളത്. ഇത് ഇവിടം കൊണ്ട് മാത്രം അവസാനിക്കില്ല. ഇത് ഓരോ പോസ്റ്റുകളും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ നിരവധി തവണ ഷെയർ ചെയ്യപ്പെടുകയും വീണ്ടും ഇതിനെക്കുറിച്ചുള്ള റൈറ്റപ്പുകളും ഇതിനെക്കുറിച്ചുള്ള ലേഖനങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതകളൊന്നും നിങ്ങൾ തള്ളിക്കളയരുത്. അത്തരത്തിൽ വളരെ നല്ല ഒരു സ്ട്രാറ്റജിയാണ് അവർ എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ മനോരമയൊക്കെ എടുത്തു നോക്കിയാൽ കാണാം. മനോരമയൊക്കെ ഇന്ന് എന്താണെങ്കിലും പിണറായി വിജയൻ വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് മെഡിക്കൽ രംഗത്തെ അഴിമതികളും അതുപോലെ കത്രിക വയറ്റുള്ളിൽ പോയതും അതൊക്കെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് തന്നെയാണ്. ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിലെ ചില ഡോക്ടേഴ്സിന് പറ്റിയ കുഴപ്പം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുഴപ്പങ്ങളൊക്കെ തന്നെ വലിയ പൊലിപ്പിച്ച് കാട്ടിക്കൊണ്ട് ഇപ്പം ലേഖന പരമ്പരകളൊക്കെ തുടങ്ങി മനോരമ ഇത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ അതിനെ ഏതാണ്ട് സാധാരണ ഒരിക്കലും CPM ഒന്നും ചെയ്യാത്തതുപോലെ സാധാരണ ദേശാഭിമാനി വെച്ചും കൈരളി വെച്ചൊക്കെ പ്രതിരോധിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇത് ഏതാണ്ട് മോദി BJP ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ അതിഗംഭീരമായി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുകയും അത് സ്ട്രാറ്റജിക്കലി പ്ലേസ് ചെയ്യുകയും അത് അതിഗംഭീരമായി ആളുകളിലേക്ക് എത്തിക്കാനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക ഒരു കാഴ്ചയാണ് നമ്മൾ ഒരു സൈഡിൽ കാണുന്നതെങ്കിൽ, നിങ്ങൾ അറിയേണ്ടത് അടുത്ത സൈഡിൽ കാണുന്നത്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അടുത്ത സൈഡിൽ കാണുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിരുന്ന് ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെയും അതുപോലെ തന്നെ അതിലൂടെയുള്ള നിരവധി സിനിമകളും ഒക്കെ കാണുകയും കൂടാതെ ടെലിവിഷനിലെ ന്യൂസ് ചാനലുകളൊക്കെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ അതിലെല്ലാം തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂസ് ചാനലുകളിലൊക്കെ ഈ പരസ്യമുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഫ്ബി കേരളം കുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരസ്യമാണ്. കേരളം കുതിച്ചു കഴിഞ്ഞ 10 കൊല്ലങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് കിഫ്ബി വഴി ഏതാണ്ട് 1,00,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ്. വളരെ ഒരു വലിയ ഭീമാകാരമായിട്ടുള്ള ഒരു രൂപം വരുന്നു. ആ രൂപത്തിലൂടെ യഥാർത്ഥത്തിൽ പാലവും റോഡുകളും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു. അത് എന്ത് ചെയ്യുന്നു, എഴുന്നേറ്റ് കുതിക്കാൻ തുടങ്ങുന്നു. അതായത് കിഫ്ബിയുടെ പണം ഉപയോഗിച്ചുകൊണ്ട് വളരെ വലിയ
അടിസ്ഥാന വികസനം ഈ കേരളത്തിലുണ്ടായി എന്ന് ധ്വനിപ്പിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു പരസ്യമാണ് അവർ ഇപ്പോൾ ചാനലുകളിലൊക്കെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ചാനലുകളിൽ കൊടുത്തതിനേക്കാൾ എന്നെ ആകർഷിച്ചൊരു കാര്യം യഥാർത്ഥത്തിൽ ജിയോ ഹോട്ട്സ്റ്റാർ അടക്കം അതുപോലെ CTV അടക്കം മറ്റ് നിരവധി ഇത്തരത്തിലുള്ള ഓൺലൈൻ OTT പ്ലാറ്റ്ഫോമുകളിലടക്കമുള്ള സിനിമകളിൽ, അതായത് അത്തരത്തിലുള്ള പല കാര്യങ്ങളിലൊക്കെ തന്നെ ഈ പരസ്യം ഏതാണ്ട് മിനിറ്റുകൾ ഇടവിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഒരു പുതിയ യങ് ജനറേഷനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അവരെ സ്വാധീനിക്കാൻ കഴിയുക എന്നുള്ളതും അവർ ഏതൊക്കെ മാധ്യമങ്ങളായിരിക്കും കാണുക എന്നുള്ളതുമൊക്കെ കൃത്യമായി റിസർച്ച് ചെയ്തുകൊണ്ട് അവരിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്ലാനാണ് ഇതുവഴി നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ TV-യിൽ കാണിക്കുന്ന ഒരു പരസ്യം തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്ളോഗർ, അദ്ദേഹം യഥാർത്ഥത്തിൽ പണ്ട് ഈ കേരളത്തിലൂടെ വന്നിരുന്നപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ വലിയ ഗട്ടറുള്ള റോഡുകളിലൂടെ കുടുങ്ങിയാണ് വന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പം അങ്ങനെയല്ല, വളരെ മനോഹരമായ റോഡുകളാണ്, എത്ര സുന്ദരമായ പ്രദേശമാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വരുന്നത് എന്ന് ഒരു വളരെ പ്രശസ്തരായിട്ടുള്ള ഒരു ബ്ലോഗർ ഇരുന്ന് ഈ പറയുന്ന 2 പെൺകുട്ടികളോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളും അതുപോലെയുള്ള വീഡിയോകളൊക്കെ നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള ഒരു പരസ്യ സ്ട്രാറ്റജിയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇത് പറയണേ നിൽക്കുമ്പോൾ ഇതെല്ലാം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശരിയാണോ ഇല്ല എന്നുള്ള ഡിബേറ്റൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. പണ്ട് നിങ്ങൾക്കറിയാം ഇന്ത്യ ഈസ് ഷൈനിങ് എന്ന് പറഞ്ഞുകൊണ്ട് AB വാജ്പേയിയുടെയും LK അദ്വാനിയുടെയൊക്കെ കാലത്ത് ഇതുപോലെ തന്നെ BJP പരസ്യം കൊടുത്തിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. പക്ഷെ അത് ജനങ്ങൾ വേണ്ട വിധത്തിൽ ഏറ്റെടുത്തില്ല. പകരം ആ ഗവൺമെൻറ് പരാജയപ്പെടുകയാണ് ചെയ്തത്, BJP പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ കുറേ കൂടി സ്ട്രാറ്റജിക്കലായ, കുറേ കൂടി മൈന്യൂട്ടായി കൃത്യമായ ആളുകളിലേക്ക് എന്തെത്തണമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഇരുണ്ട പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള, പൊളിറ്റിക്കലി വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിലേക്കെല്ലാം തന്നെ ഈ നിരന്തരമായ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഈ 2 കാര്യങ്ങൾ, പുതിയ യങ് ജനറേഷൻ രാഷ്ട്രീയത്തിലൊന്നും താല്പര്യമില്ലാത്തവർക്ക് വേണ്ടി കേരളത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു. ഇരുണ്ട കാലം എന്ന് പറഞ്ഞാൽ പവർ കട്ടില്ലാത്തൊരു കാലമാണ്, അത് വന്നിരിക്കുന്നു എന്നൊക്കെയുള്ള വലിയ തോതിലുള്ള, അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല എന്ന് പറയുന്ന പുതിയ വോട്ടേഴ്സിനെ പിടിക്കാനുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ക്യാമ്പയിൻ ഒരു സ്ഥലത്ത് കൂടി നടക്കുന്നു. ഒരു സ്ഥലത്ത് രാഷ്ട്രീയമായിട്ടുള്ള എതിരാളികളെയും അവരുടെ വിമർശനങ്ങളെയും ഒക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചടുക്കിക്കൊണ്ടുള്ള വലിയ പ്രചരണം നടക്കുന്നു. ഇത് കൂടാതെ നമ്മൾ സാറ്റലൈറ്റ് ചാനലുകളിലേക്ക് നോക്കിയാൽ റിപ്പോർട്ടറും അതുപോലെ തന്നെ ന്യൂസ് മലയാളവും ഏതാണ്ട് കുറേക്കുറെ 24 ന്യൂസും ഒക്കെ അടക്കമുള്ള നിരവധി ന്യൂസ് ചാനലുകൾ, അവർക്കാണ് ഏറ്റവും വലിയ പ്രാമുഖ്യമുള്ളത്. അതിൽ ഏഷ്യാനെറ്റ് ഒഴികെ, ഏഷ്യാനെറ്റാണ് നമ്പർ 1 ചാനൽ, ഏഷ്യാനെറ്റ് ഒഴികെ ബാക്കിയുള്ള 3 ചാനലുകളിലൂടെയും കൂടെ ഇതിൽ ഏതാണ്ട് 24 ഏതാണ്ട് ഒരു 2 സൈഡും ഇല്ലാതെയാണ് നിൽക്കുന്നതെങ്കിൽ മറ്റേ തൊട്ടിപ്പുറ സൈഡിൽ അരുൺകുമാർ ഏറ്റവും ഗംഭീരമായിട്ടുള്ള, വളരെ ആർട്ടിക്കുലേറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ CPM-ന് അനുകൂലമായി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരാളായി അവിടെ നിൽക്കുന്നു എന്നുള്ളതും, ഏതാണ്ട് മാധ്യമരംഗത്ത് നിന്ന് വലിയ സ്വാധീനം CPM-ന് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ കാണണം. അതേസമയം CPM-നെതിരെ നിൽക്കുന്ന മനോരമ പോലെയുള്ള മാധ്യമങ്ങളുടെ സ്വാധീനം യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ കുറഞ്ഞു വരികയാണ്. കാരണം അത് വായിച്ച് ഒരു അഭിപ്രായ രൂപീകരണമൊന്നും ഇപ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്നില്ല. ഇതെല്ലാം കൂടാതെയാണ് നിങ്ങൾ അറിയേണ്ടത് T21 എന്ന് പറയുന്നതും T21+ എന്ന് പറയുന്നതും കൂടാതെ മറ്റു പല യൂട്യൂബ് ചാനലുകളിലൂടെയും ഇപ്പോൾ MB നികേഷ് കുമാറൊക്കെ സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞതിനെക്കുറിച്ച് MB നികേഷ് കുമാറും MB രാജേഷും ഒക്കെ ഇരുന്ന് ഏതാണ്ട് 1 മണിക്കൂർ 5 മിനിറ്റുള്ള വലിയ ലോങ് വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസും T21-ഉം T21+ എന്ന് പറയുന്ന കാര്യങ്ങളിലൂടെയൊക്കെ തന്നെ വലിയ തോതിലുള്ള CPM-നെതിരെയുള്ള ആക്രമണങ്ങളെ പൊളിച്ചെടുക്കാനുള്ള ഒരു വലിയ നിരയും വലിയ കോടികൾ മുടക്കിയുള്ള പ്രചരണത്തിനും യഥാർത്ഥത്തിൽ CPM ഇപ്പോൾ ചുക്കാൻ പിടിക്കുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ പ്രചരണ തന്ത്രങ്ങളെയൊക്കെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അത് ഗംഭീരമാണ് എന്നുള്ളത് പറയാതെ വയ്യ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒടുവിൽ, ഏറ്റവും ഒടുവിൽ നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രതിപക്ഷത്തിൻ്റെ കുന്തമുനയായി നിൽക്കുന്നത്, ഫ്രണ്ടിൽ നിൽക്കുന്നത് VD സതീശനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് VD സതീശൻ്റെ ഒരു വ്യക്തിപരമായ അദ്ദേഹത്തെ ടാർണിഷ് ചെയ്യാനുള്ള വലിയ പ്രവർത്തനങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് സതീശൻ എന്ന് പറഞ്ഞാൽ നുണയനാണ് എന്ന് ഏതാണ്ട് സ്ഥാപിക്കുന്ന രീതിയിലുള്ള വലിയ പ്രവർത്തനങ്ങൾ, വലിയ രീതിയിലുള്ള പ്രൊപ്പഗാണ്ടകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏതാണ്ട് ഏറെക്കുറെ അവർ വിജയിച്ചിട്ടുകൊണ്ട്, കാരണം അതിന് ചില വടികൾ സതീശൻ തന്നെ എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശിവൻകുട്ടിയെ വിളിച്ചു, അദ്ദേഹം ഒരു പ്രസംഗം നടത്തി എന്നുള്ളത് നമുക്കറിയാം. അത് നടത്തിയതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ തൊട്ടടുത്ത ദിവസങ്ങളിൽ നിയമസഭ വന്നിട്ട് ഞാൻ അവനിവനൊന്നും ഒരിക്കലും വിളിച്ചിട്ടില്ല, ഞാൻ കുറച്ച് അതിരുവിട്ട് പോയി എന്നെനിക്കറിയാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവനിവനെന്ന് വിളിച്ചത് ഇപ്പോഴൊക്കെ അങ്ങനെ ശ്രദ്ധിക്കണമല്ലോ, കാരണം സൗണ്ട് ബൈറ്റുകളും അതുപോലെ വീഡിയോ ബൈറ്റുകളും ഒക്കെ കൃത്യമായിട്ട് കിട്ടും. ആ രണ്ടും വെച്ചുകൊണ്ട് സതീശൻ പറഞ്ഞത് നുണയാണ് എന്ന് വരുത്തി തീർക്കാനൊക്കെ അവർക്ക് കഴിഞ്ഞിരുന്നു. ഇതോടൊപ്പം തന്നെയാണ് സതീശനെതിരെ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെയുള്ള ചില ആളുകളുടെ പിന്തുണയോടുകൂടി യഥാർത്ഥത്തിൽ പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഒരു യൂട്യൂബ് ചാനലിൻ്റെ തംബ്നെയിലിൽ തന്നെ കണ്ടത് സതീശനും വെടികളും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള
വാചകങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ദുരർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അത്തരത്തിലുള്ള വാചകങ്ങളാണ്. കൂടാതെ കേക്കച്ചൻ എന്ന് വിളിച്ചുകൊണ്ടുള്ള വലിയ അറ്റാക്കാണ് നടക്കുന്നത്. പക്ഷെ ഇതിനൊന്നും പ്രതിരോധിക്കാൻ വളരെ കൃത്യമായിട്ടുള്ള നീക്കങ്ങളൊന്നും തന്നെ UDF അല്ലെങ്കിൽ കോൺഗ്രസ് ഒന്നും നടത്തുന്നില്ല എന്നുള്ളത് നമുക്ക് വാസ്തവമാണ്. അതുകൊണ്ട് വലിയ തോതിലുള്ള മുന്നേറ്റവുമാണ് ഗംഭീരമായിട്ടുള്ള ഇലക്ഷൻ മുമ്പുള്ള പ്രചരണത്തിൽ CPM-ഉം LDF-ഉം MV നികേഷ് കുമാറിന്റെ ടീമും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് പറയാതെ വയ്യ. അതിനിടയിൽ അവിടെ നിന്ന് 2 പേര് വിട്ടുപോയോ 3 പേര് വിട്ടുപോയോ എന്നൊക്കെ ഉള്ളത് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വാർത്തയാക്കുമ്പോൾ പോലും അവർക്ക് വലിയ ആയുധം കൊടുക്കലാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഞാൻ നേരത്തെ നിങ്ങളോട് വീഡിയോ പറഞ്ഞ പോലെ PK ശശി തീവ്രത കുറഞ്ഞ പീഡനം നടത്തിയ ഒരാളാണെന്ന് പറഞ്ഞ് കോൺഗ്രസ് വിമർശിച്ചുകൊണ്ടിരുന്ന ഒരാളെ കോൺഗ്രസ് തന്നെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ യഥാർത്ഥത്തിൽ CPM-ന്റെ കയ്യിലേക്ക് പിന്നെയും ഒരു ആയുധം കിട്ടുകയാണ്. CPM ഇപ്പം തന്നെ അത് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്. കാരണം CPM ഉയർത്തുന്നത് ഇപ്പം കോൺഗ്രസിലേക്ക് പോയപ്പോൾ PK ശശിയെ കുറിച്ച് നിങ്ങൾക്ക് വലിയ എതിരഭിപ്രായമൊന്നും ഇല്ലല്ലേ എന്നുള്ളത് കോൺഗ്രസ് അനുകൂല സ്റ്റാൻഡ് എടുക്കുന്ന മാധ്യമ പ്രവർത്തകരോട് നിങ്ങൾക്ക് എന്താ ആവേശമില്ലാത്തത് എന്നൊക്കെ അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും കൂടാതെ നിങ്ങൾ അറിയേണ്ടത് മനോരമയിലും മാതൃഭൂമിയും പോലെയുള്ള പല പത്രങ്ങളിലും വരുന്ന വാർത്തകൾ സത്യസന്ധമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെയും കൂടി ഒരു ക്രെഡിബിലിറ്റി തകർക്കാനുള്ള വലിയ പരിശ്രമം നടക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിലൊക്കെ തന്നെ അതിഗംഭീരമായിട്ടുള്ള സ്ട്രാറ്റജികളും വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒബ്സർവേഷൻസും വളരെ മൈക്രോ ലെവലിലുള്ള മാനേജ്മെൻറ്റും കൊണ്ട് ഏതാണ്ട് ഒരു പരിധി വരെ CPM വിജയിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാതെ പോകാൻ വയ്യ. അത് 5ാം മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് കൊടുത്തുവെന്നും കൂടാതെ നിങ്ങൾ അറിയേണ്ടത് ഈ പറയുന്ന മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും SDPI ഭരണവും ഒരുമിച്ചുള്ള ഭരണകൂടമാണ് ഇനി വരാനിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു വലിയ ക്യാമ്പയിൻ കൂടി വരാനുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൂടി വരുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു തുടർ ഭരണം സാധ്യമാകാനുള്ള എല്ലാ സാധ്യതകളും തുറന്നിടുകയാണ്. കാരണം ഇതിനെയൊന്നും കൗണ്ടർ ചെയ്യാനായിട്ട് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ ഒന്നും കഴിയുന്നില്ല എന്നുള്ള വാസ്തവം കൂടി ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഒക്കെ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലക്ക് നമ്മൾ കാണാതിരുന്നുകൂടാ എന്ന് മാത്രമാണ് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്.